അപ്പൊ കൂട്ടുകാരെ പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇറച്ചി മീൻ ഇതൊന്നും കഴിക്കാത്തവർക്ക് അടിപൊളി ഒരു കറിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പൊ ആ വീഡിയോ കാണുന്നതിന് മുമ്പ് കൂട്ടുകാരെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് നേരെ ഒരു പാനാണ് അടുപ്പിൽ വെച്ച് കൊടുത്തിരിക്കുന്ന പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഞാൻ അതിനകത്ത് ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്താണ് അതും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് ഒരു 4 പച്ചമുളക് രണ്ടായിട്ട് കീറി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ എടുക്കുന്നത് ഒരു 3 സവാള നീളത്തിൽ അരിഞ്ഞതാണ് അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി എടുക്കാം. സവാള ഒന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്ന 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതാണ് അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് അതിന്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുത്ത ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 കഷ്ണം ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 4 ഗ്രാമ്പു ഇതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമ്മൾ ഇതിനകത്ത് എടുക്കുന്ന പൊടി ഐറ്റംസ് ആണ്. ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്ന 1 സ്പൂണോളം നമ്മൾ ഇട്ട് കൊടുക്കുന്ന കുരുമുളക് പൊടിയാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അടുത്ത് നമ്മൾ ഇട്ടുന്ന 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനനുസരിച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എല്ലാം ഈ പൊടി ഐറ്റംസിന്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ പൊടി ഐറ്റംസിന്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ മൊത്തം എടുത്തേക്കെന്ന് പറഞ്ഞാൽ 1 കപ്പ് വെള്ളമാണ്. അതിൽ ആദ്യം ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് പൊടി ഐറ്റംസ് എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് തിളയ്ക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അത് തിളച്ച് വരുന്ന സമയത്ത് ഞാനിവിടെ എടുത്തേക്കെന്ന് പറഞ്ഞാൽ ഒരു 3 ഉരുളക്കിഴങ്ങാണ്. അത് ചെറിയ കഷ്ണങ്ങളൊക്കെയാണ് നമ്മൾ അരിഞ്ഞെടുത്തേക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഇതേ രീതിയിൽ ഒരു കറി തയ്യാറാക്കി നോക്കുക. ഇത് എങ്ങനെ ഇപ്പോൾ ലാസ്റ്റ് നമുക്ക് ഇതൊന്ന് വറ്റി വരുന്ന നമ്മൾ ഇറച്ചിക്കറിയുടെ അതേ രൂപത്തിലായി വരും. ഇറച്ചിക്കറി നമ്മൾ റോസ്റ്റൊക്കെ തയ്യാറാക്കി എടുക്കത്തില്ലേ, ആ ഒരു പരുവാണ് ഇതിന്റെ പരുവെന്ന് പറഞ്ഞാൽ. അടിപൊളി ടേസ്റ്റാണ് കൂട്ടുകാരെ. നിങ്ങൾ ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അടിപൊളിയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, ഫോളോ ചെയ്യാനൊന്നും മറക്കല്ലേ. ഇനി അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ കൂട്ടുകാരെ.